ഹലോ പ്രിയപ്പെട്ടവരെ, ഒത്തിരി പ്രിയമുള്ളവരെ, സ്നേഹത്തോടെ ഞാൻ അനീഫ കട്ടുപ്പാറ. ഇന്ന് ഒത്തിരി സംതൃപ്തിയോടെ, നല്ലൊരു സന്തോഷത്തോടെ, സഹാനുഭൂതിയുള്ളൊരു ഒരു മനസ്സിന് കുളിരുള്ളൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പയമള്ളൂർ പ്രദേശത്ത് ഒരു പറ്റം ഒത്തിരി പ്രയത്നത്തിലൊരു പറ്റം ചെറുപ്പക്കാരുടെ പ്രഭാതം മുതലുള്ള പ്രയത്നമാണ് നിങ്ങൾ വീഡിയോയിലൂടെ കാണുന്നത്. അതിൻ്റെ 2-3 ദിവസം മുന്നോടിയായിട്ട് അത് കളക്ട് ചെയ്യാനുള്ള പേപ്പറുകളും അതിലുള്ള പാക്കറ്റുകളും അവർ വീട്ടിലെത്തിക്കും. പിന്നെ ഇന്ന് രാവിലത്തെ പ്രഭാതം മുതൽ ഏകദേശം 10-11 മണി വരെ വീട്ടിൽ ഓരോ അടുക്കളയിൽ നിന്നും കളക്ട് ചെയ്ത് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും അവരെ കയ്യിൽ കൊടുക്കുമ്പോൾ സംതൃപ്തിയും ഒരു സഹാനുഭൂതിയും, അതാണ് ഈ ഒരു പറ്റം ചെറുപ്പക്കാർക്കുള്ള നേട്ടം. അല്ലാതെ വൈകുന്നേരം വരെ 500-1000 കൂലിക്കല്ലത്, ശമ്പളത്തിനല്ല. ഓരോ വീടുകളിലും പോയി ബെല്ലടിച്ചത് കളക്ട് ചെയ്ത് ഓരോ ഏരിയയിൽ നിന്നും കളക്ട് ചെയ്ത് വണ്ടിയിലാക്കി പെട്ടിയിലാക്കി 1000-ലധികം പാക്കറ്റുകൾ 1000-ഓളം കൈകളിൽ കൊടുക്കുമ്പോഴുള്ള സംതൃപ്തിയും, വീട്ടിൽ നിന്ന് അമ്മമാരുടെയും കൈകളിൽ നിന്ന് വാങ്ങി അവരുടെ മുഖത്തുള്ളൊരു അശരണർക്ക് അഗതികൾക്കും ഭക്ഷിക്കാൻ എണ്ണം തരുമ്പോൾ അവരുടെ മുഖത്തുള്ളൊരു സന്തോഷവും സംതൃപ്തിയുമാണ് ഇതിൻ്റെ മുതൽക്കൂട്ട്. ഈ ഒരു പറ്റം ചെറുപ്പക്കാരുടെ അതിന് നേതൃത്വം നൽകുന്ന DYFIയുടെ നമ്മുടെ ഒത്തിരി ചെറുപ്പക്കാരാണ്. ഇതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി ഭേദമന്യേ, വിവേചനമില്ലാതെ ഒത്തിരി ആളുകളുടെ പ്രയത്നമാണിത്. ഞാൻ ഇന്നലത്തെ ഒരു അനുഭവം, ചട്ടിയിൽ മാർക്കറ്റിൽ അവിടെ മീൻ വാങ്ങാൻ ചെന്നപ്പോൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നാളെ നമ്മൾ മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറുണ്ട്, അതിൽ നല്ല മീൻ വേണം, നല്ല മീൻ വേണം. ഇതാണ് ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംതൃപ്തിയുടെ കാഴ്ചകളും കേൾവികളുമാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ പിന്നിൽ ഓടി നടക്കുകയും പ്രവർത്തിക്കുകയും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇവരാരും വെറുതെ ന്യൂട്രായി നടക്കുന്നവരോ ജോലിയും കൂലിയും വേലയും ഇല്ലാത്തവരോ അല്ല. ഒക്കെ അവനവൻ്റെ ജോബും കാര്യവും കടയും കാര്യമെല്ലാം ഇതിനു വേണ്ടി മാറ്റിവെച്ച് ലീവെടുത്ത് ഇത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സംതൃപ്തിയാണ്. മെഡിക്കൽ കോളേജിൽ നിന്നും ഓരോരുത്തരെ കയ്യിൽ ആ പൊതി വാങ്ങുമ്പോഴുള്ള സന്തോഷവും സംതൃപ്തിയും സ്നേഹവും സമാധാനവും സന്തോഷവുമാണ് ഇവർക്കുള്ള മുതൽക്കൂട്ട്. അതോടൊപ്പം അവരാരെങ്കിലും ആ ചോറ് പോയി ഈ വീട്ടിൽ നിന്ന് തരുന്ന ഉമ്മമാർക്കും അമ്മമാർക്കും ആ മെഡിക്കൽ കോളേജിൽ ആ ചോറ് പൊതി റബ്ബറയച്ച് കഴിച്ചുകൊണ്ട് അവരെണീച്ച് പോകുമ്പോൾ അവരെ ഉള്ളിൽ നിന്ന് അറിയാതെ വരുന്നൊരു പ്രാർത്ഥനയുമാണ് ഇവർക്കുള്ള മുതൽക്കൂട്ട്. ഓക്കെ, എല്ലാവരും സഹകരിച്ച എല്ലാവർക്കും നന്ദി. അനീഫ കട്ടുപ്പാറ, ഗുഡ് ബൈ.